ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 7 ഇംഗ്ലീഷിലെ ഒരു തോട്ട് റൈറ്റിംഗ് ആണ്. അതായത് ഇനി വരുന്ന ഈ ഓണം എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് തോട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ റോബോട്ട് വിത്ത് എ വൈറസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തോട്ട് റൈറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യനും അതിന് റിലേറ്റ് ചെയ്യുന്ന ഒരു ആൻസറും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് മുന്നേ വർക്കൗട്ട് ചെയ്യുക. വെറുതെ ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് പോയാൽ എക്സാം എഴുതാൻ വേണ്ടി പറ്റില്ല. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാം. Ricky was not ready to accept the robot. He complained about the robot to his father, but father didn't agree that. Then what will be the thoughts of Ricky on that day? നമുക്കറിയാം ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ റിക്കീൻ്റെ ഫേവറേറ്റ് ടീഷർട്ടും ഫുട്ബോളും ഒക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് റിക്കി എന്ത് ചെയ്യുന്നുണ്ട്, റോബോട്ടിനെ സംശയിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് റിക്കി പോയിട്ട് ഫാദറിനോട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഫാദർ അതിനെ സമ്മതിക്കുന്നില്ല. കാരണം ഫാദർ അത്രയും എക്സ്പേർട്ടാണ് റോബോട്ട്സിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ആ റോബോട്ട് വളരെ നല്ല റോബോട്ട് എന്നായിരുന്നു ഫാദറിൻ്റെ അഭിപ്രായം. അപ്പം ആ ദിവസം റിക്കിയുടെ തോട്ട്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അതിൻ്റെ ഒരു പോസിബിൾ ആൻസർ നോക്കിയാലോ. What can I do now? Why my father didn't accept my words? Father is trusting the robot more, but I clearly know he is a thief. I saw that he is stealing my things. He is really misprogrammed. How can I convince my father? Oh God, please give me a way. Tomorrow onwards, I am going to have a close observation on him. I have to catch him with evidence. Then my father will understand what I am saying. Tomorrow, I want to get a chance. Yes, I will get it. Sure. ഇപ്പോൾ ഇവിടെ എന്താണ് ആ റിക്കീൻ്റെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. എനിക്കിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക, എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛന് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്, എന്നെ കഴിഞ്ഞും കൂടുതൽ ആ റോബോട്ടിനെയാണ് അച്ഛൻ വിശ്വസിക്കുന്നത്. പക്ഷേ എനിക്കെന്തറിയാം, അവനൊരു കള്ളനാന്നുള്ളത് എനിക്കറിയാം. ഞാൻ കണ്ടതാണ്, അവൻ എൻ്റെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പം ഇനി അവൻ എന്തോ ഒരു മിസ്പ്രോഗ്രാംഡ് ആയിട്ടുള്ള റോബോട്ടാണ്, കറക്റ്റായി പ്രോഗ്രാം ചെയ്ത റോബോട്ടല്ല. എങ്ങനെയാണ് എൻ്റെ അച്ഛനെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? ദൈവമേ, എനിക്കൊരു വഴി കാട്ടിത്തരണേ. നാളെ തൊട്ട് ഞാൻ എന്തായാലും അവനെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പോവാണ്. പിന്നെ അവനെ വിത്ത് എവിഡൻസ് തന്നെ അവനെ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തും. അപ്പോഴാണ് അച്ഛന് ഞാൻ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാവും. നാളെ എനിക്ക് എന്തായാലും ഒരു ചാൻസ് കിട്ടും എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ഇപ്പോൾ മനസ്സിലായോ? തോട്ട് റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട മെയിൻ കാര്യം, ആ ഒരു സിറ്റുവേഷനിൽ ആ ക്യാരക്ടർ എങ്ങനെയാണോ ചിന്തിക്കുക ആ രീതിയിലാണ് തോട്ട് റൈറ്റിംഗ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.